എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖിലേഷ് ആർ കായംകുളം. കുറേ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ പലർക്കും നമ്മൾ വീഡിയോ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലും സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇന്ന് എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഞാൻ നാടകത്തിന് പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇപ്പം എന്നെ പിക്ക് ചെയ്യാനായിട്ട് വരും. ഹൈവേയിൽ ഞങ്ങളുടെ നാടകവണ്ടി എന്നെ കാത്തിപ്പോൾ കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. ഇപ്പം ഇന്ന് ചെറിയനാട് ലൂർദ് മാതാ കത്തോലിക്ക പള്ളിയിലാണ് നാടകം, സ്നേഹത്തൂവൽ. അപ്പോൾ കാണാം. അപ്പം എന്തേ എൻ്റെ കൂട്ടുകാരൻ വിഷ്ണു എന്നെ വിളിക്കാൻ വന്നിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ അടുത്ത് വ്ളോഗ് തുടങ്ങിയ കാര്യം പറയാം. വിഷ്ണു, ഞാനൊരു വ്ളോഗ് തുടങ്ങാം, എന്ത് പറയുന്നു? ഇത് വിഷ്ണുവിന് കൊടുക്കാൻ അമ്മ വന്നു കേട്ടോ. കുറച്ച് ചീരരിയും മുളകുമാണെന്ന് പറഞ്ഞു. മുളക് കൈ കൊടുക്കരുത്, തമ്മി പിണങ്ങുന്നു. അപ്പോൾ വിഷ്ണുവിന് മുളക് കൈ കൊടുക്കുന്നില്ല, വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തു. നാട്ടിലെ എൻ്റെ ഒരു പ്രധാന സുഹൃത്താണ് വിഷ്ണു. വിഷ്ണു എന്നെ ഇങ്ങനെ വിളിച്ചെപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ അത്ര നല്ല സുഹൃത്തുക്കളാണ്. രാത്രിയിലൊക്കെ വിളിച്ച് എൻ്റെ ഉറക്കമൊക്കെ കളയും. ഇതൊക്കെയാണ് വിഷ്ണുവിൻ്റെ മെയിൻ ഹോബികൾ. അപ്പോൾ ഇന്ന് വിഷ്ണു എന്നെ പിക്ക് ചെയ്ത് എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഫയർ എഞ്ചിനും ഒരു പോലീസ് വണ്ടിയും ഞങ്ങളെ പാസ് ചെയ്തു. എന്താണ് കാര്യമെന്ന് അറിയില്ല, എവിടെയെങ്കിലും തീപിടുത്തോ മറ്റോ ഉണ്ടായി കാണും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നല്ല ശകരമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ഞാനിവിടെ പോയി. അപ്പോൾ ഈ റോഡ് നമ്മുടെ KPC റോഡാണ്, കായംകുളത്ത്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും വേറെ കുറേ സമിതികളുടെ വണ്ടികളും KPC റോഡിലുണ്ടായിരുന്നു. വേറെ വണ്ടിയൊക്കെ കിടക്കുന്നു. നാട്ടുമൊഴി, കൊല്ലം നാട്ടുമൊഴി. അല്ലല്ല, ഞങ്ങളുടെ വണ്ടിയല്ല. ഞങ്ങളുടെ വണ്ടി ഇത്, ഞങ്ങളുടെ വണ്ടി ഓച്ചിറ ധ്വനി ഇത് എന്നെ കാത്തിവിടെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അണ്ണൻ. ഇപ്പം KPC, ഇതാണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്, നമ്മുടെ കായംകുളത്തെ പ്രശസ്തമായ KPC. വിഷ്ണു ടാറ്റ. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു വ്ളോഗ് തുടങ്ങുകയാണ്. വ്ളോഗ് ഇതാണ് അനിലേട്ടൻ. 2 വർഷമായിട്ട്, അല്ല 2 നാടകങ്ങളിലായിട്ട് എൻ്റെ അച്ഛൻ വേഷം ചെയ്ത അനിലേട്ടൻ്റെ വൈഫ് സജിത ചേച്ചി. നാടകത്തിലെല്ലാവരും ഭയങ്കര കമ്പനിയാണ്. കുറേ ആർട്ടിസ്റ്റുകൾ വന്നിട്ടില്ല, കാരണം എല്ലാവരും അവിടെ എത്തിയേക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രശസ്തമായ KPC. ഇത് നമ്മുടെ നാടക വണ്ടിയുടെ സാരഥി. ഇത് സെറ്റ് വർക്കിലെ മധുച്ചേട്ടൻ. അനിലേട്ടൻ 2 വാക്ക് സ്നേഹത്തൂലിനെ കുറിച്ചും അനിലേട്ടനെ കുറിച്ചും. അത് പിന്നെ നമുക്ക് സംസാരിക്കാം. ശശിച്ചേന്റെ ബർത്ത്ഡേ ആണെന്ന് കേട്ടല്ലോ. ഇന്നല്ലേ? അപ്പൊ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചല്ലേ? ഫേസ്ബുക്കില് നോട്ടിഫിക്കേഷൻ ഇട്ട് നാട്ടുകാരെല്ലാം പറ്റിച്ച്. ഒരു കാര്യം, 25ാമത്തെ ചെലവ് ഇന്ന് ചെയ്തോ. ഇതാണ് നാടകത്തിന്റെ ഒരു പ്രൊഡ്യൂസർ, ജയേഷ് പല്ലാരിമംഗലം. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം കുറെ വർഷങ്ങളായി മിമിക്സിലും എല്ലാം പോയി നാട്ടുകാരെ എല്ലാം ദുരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത്. ഓച്ചിറ ധ്വനി എന്നാണ് ഞങ്ങളുടെ നാടകസമിതിയുടെ പേര്. അപ്പം എന്തായാലും ചെറിയനാടാണ് നാടകമെങ്കിലും ഞങ്ങൾ ഓച്ചിറ ഭാഗത്തോടെ ഓടിയായിരുന്നു. വണ്ടിയൊക്കെ ഓടിച്ച് എല്ലാവരെയും ഓച്ചിറ ധ്വനി എന്നുള്ള പേരൊക്കെ കാണിച്ചു. ഒരു അഘോരി ലുക്കുള്ള ഒരാൾ അവിടെ ചെരുപ്പ് നന്നാക്കുന്ന കണ്ടു. എന്തായാലും മല്ലേട്ടനും ഭാര്യയും കൂടി നമ്മുടെ ഓച്ചിറ അമ്പലത്തിൽ പോയി കഴിക്കാനായിട്ട് പൊരിയൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ യാത്രയിലുടനീളം ഈ പൊരിയൊക്കെ കഴിച്ചു. പിന്നീട് ഈ കാണുന്നത് ഓച്ചിറ അമ്പലമാണ്. ഓച്ചിറ അമ്പലത്തിലെ കടയിലെല്ലാം ഞങ്ങൾ കയറി പൊരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇതാണ് പ്രശസ്തമായ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ദൈവത്തിൻ്റെ ക്ഷേത്രം. പോകുന്ന വഴിയിൽ ഞങ്ങളുടെ നാടകത്തിൻ്റെ സംവിധായകൻ ബിനു സാറിനെ കണ്ടു. സാറ് ലാഹൽ ജംഗ്ഷനിൽ അവരുടെ നാടകം ഉണ്ടായിരുന്നു. സാറിപ്പം KPCയിൽ ഉമ്മാച്ചു എന്ന് പറയുന്ന നാടകം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ബിനു സാർ. അപ്പോൾ നാടക സ്ഥലത്തെത്തിരിക്കുകയാണ്. ഇന്നിവിടെയാണ് നാടകം. ഇത് നമ്മുടെ സുഹൃത്ത് ജോൺസ് കൊല്ലടവ്, കായംകുളത്തെ മത്സ്യനെയൊക്കെ ചെയ്തിരിക്കുന്ന ഇദ്ദേഹമാണ്. ഞാൻ ഇന്ന് ആദ്യമായിട്ടൊരു വ്ളോഗ് തുടങ്ങിയാണ്. എന്താണ് അഭിപ്രായം?
വ്ലോഗ് വിജയിക്കട്ടെ, നല്ല രീതിയിൽ വിജയിക്കട്ടെ. ജോൺസ് കൊല്ലകടവ് നമ്മളെ താങ്ക് യു. സ്വന്തം അല്ലെന്ന അഭിലാഷ് രംഗൻ ഇരട്ടത്തിരിക്കുക. അപ്പോൾ ഇതാണ് ചെങ്ങന്നൂർ ലൂർദ് മാതാ പള്ളി. എൻ്റെ മാതാവേ കാത്തോണേ. ഞാൻ ആദ്യം പേടിച്ചു കേട്ടോ. ഇതിനകത്തു നിന്ന് തനിയെ പാട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഫുൾ ടൈം ഇതിനകത്ത് നിന്ന് പാട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പള്ളിയുടെ കുറേ വിഷ്വൽസൊക്കെ എടുത്തു. കാരണം രാത്രി ആയിക്കുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ കാണാൻ രസമായിരിക്കും. എല്ലാവരും സെറ്റും കാര്യങ്ങളൊക്കെ ഇറക്കാനുള്ള ഒരു ധൃതിയിലാണ്. ഈ സ്റ്റേജിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വലിയൊരു സ്റ്റേജും, പക്ഷേ ഇതിന് പൊക്കമൊന്നുമില്ല. അതിനകത്തിൽ കയറ് കെട്ടാനുള്ള കൊളുത്തോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് കെട്ടുകയാണ്. എന്തായാലും നമ്മുടെ ജോൺസിയേട്ടൻ ചായ മേടിച്ചു തരാനായിട്ട്, ജോൺസിയേട്ടൻ്റെ സ്ഥലമാണ് ചെറിയനാട്. അപ്പോൾ ഒരു ചായക്കടയിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ചായയും, ഞാൻ കടുപ്പത്തിൽ ഒരു ചായയും ഒരു ബോണ്ടയും കഴിച്ചു. ഇതാണ് ജോൺസ് കൊല്ലകടവ്. അപ്പം ഞങ്ങൾ ആദ്യം ഒരു ചായ കുടിച്ചു, ഒരു ബോണ്ട കഴിച്ചു, പിന്നീട് ഒരു ബജ്ജി കഴിച്ചു. ഞാനും ജോൺസിയേട്ടനും കൂടി എന്തായാലും ഒരു ചായ കൂടെ കഴിച്ചു. കടുപ്പത്തിൽ അങ്ങനെ 2 ചായ കുടിച്ചു. പള്ളിയുടെ ഫ്രണ്ടിൽ ഞങ്ങളുടെ നാടകത്തെക്കുറിച്ചുള്ള പോസ്റ്ററൊക്കെ ഉണ്ട്. സാമൂഹിക നാടകം. ഇത് ഞാൻ കണ്ടൊരു സൂപ്പറായിട്ടുള്ള ഒരു മാതാവിൻ്റെ ഒരു രൂപമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. 5 മണി കഴിഞ്ഞു നാടകത്തിനുള്ള വേദിയൊക്കെ ഒരുക്കി തുടങ്ങിയപ്പോഴത്തേക്കും. അപ്പോൾ കയറും കാര്യങ്ങളൊക്കെ കെട്ടി ഇപ്പോൾ ഫ്രണ്ട് കട്ടനും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനിടയിൽ പള്ളിയിലേക്ക് കയറി ഒരാളോടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനും ജസ്റ്റ് യേശുവിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചു, നാടകമൊക്കെ നന്നാക്കി തരണേന്ന്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 6-6:30 എല്ലാം നടക്കുന്നേ ഉള്ളൂ. 7:00-ക്കായിരുന്നു നാടകം. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും പള്ളിയുടെ സെറ്റപ്പ് മൊത്തത്തിൽ കാണാൻ ഭയങ്കര രസമായി. ആർട്ടിസ്റ്റുകളെല്ലാം മേക്കപ്പ് ഇട്ട് തുടങ്ങി. ഞാനിപ്പോൾ കുറച്ച് താമസിച്ചു. ചേട്ടാ, ഞാൻ ഇന്നൊരു വ്ളോഗ് തുടങ്ങാം. വ്ളോഗ് ചേട്ടൻ നമ്മുടെ നാടകത്തിന്റെ ഒരു പ്രൊഡ്യൂസറാണ്. പ്രകാശ് ഇപ്പോൾ നേരത്തെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. നാടകം തുടങ്ങാനായിട്ട് ഏകദേശം 9:15. ഇതിപ്പം സമയം ഏകദേശം 7 ആയപ്പോഴത്തേക്കും 7:30-8 മണി ആയപ്പോഴത്തേക്കും ആളൊക്കെ ആയി. ഇതിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. എന്തായാലും ഞാനും പതിയെ മേക്കപ്പൊക്കെ ഇട്ട് തുടങ്ങി. എൻ്റെ സുഹൃത്ത് വിഷ്ണു കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ മേക്കപ്പ് ഇടുന്നൊക്കെ എടുത്തു. അതിനുശേഷം വലുതായിട്ട് എനിക്കൊന്നും റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നാടകത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ തിരക്കാണ്. മൊത്തത്തിൽ എല്ലാം അറേഞ്ച് ചെയ്യാനുള്ള തിരക്കും പിന്നെ വേഷം മാറാനുള്ള തിരക്കുകൾ അങ്ങനെ. എന്താ നീ ഇവിടെ മര്യാദക്കൊന്നും കഴിക്കുന്നില്ലേ? വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഹോസ്റ്റലിലെ ഭക്ഷണമല്ലേ, ചുമ്മാ വിശപ്പ് മാറാൻ എന്തെങ്കിലും കഴിക്കും. അല്ല പ്രത്യേകിച്ച് കാര്യം. സമയം 12 മണിയായി. നാടകം കഴിഞ്ഞിട്ട് വിഷ്ണു എന്നെ പിക്ക് ചെയ്ത് പോവാണ്. നാടകം ഒത്തിരി ലേറ്റായി. 7:00 തുടങ്ങേണ്ട നാടകം തുടങ്ങിയപ്പം 9 മണിയായി. അങ്ങനെ ഇന്നത്തെ നാടകവും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ്.